Hi all, this is our module 3 syllabus. Okay, classification is there, cross validation and resampling methods, k-fold cross validation, bootstrapping, measuring classifier performance, precision, recall, ROC curves, Bayes theorem, Bayesian classifier, maximum likelihood estimation, density functions and regression. Okay, so നമുക്ക് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് സെറ്റ്. ഓക്കെ, അപ്പം ഈ ട്രെയിനിങ് സെറ്റ് എന്താ, ടെസ്റ്റ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. ഓക്കെ, ഒരു മെഷീൻ ലേണിംഗ് നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി ഹയർ ലെവലെല്ലാം പോകുമ്പോൾ നമ്മൾ ട്രെയിൻ ഡാറ്റ, ടെസ്റ്റ് ഡാറ്റ, അപ്പം ഈ രീതിയിൽ അപ്പോൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, ടെസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ആ ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിനിങ്, അതായത് ഏറ്റവും അതിൻ്റെ ബേസ് മുതൽ പോവാം. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നതും അതിലെ ക്ലാസിഫിക്കേഷൻസും എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ഏതൊക്കെ ഇൻപുട്ട് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അപ്പം അത് ഏതൊക്കെ രീതികളിൽ ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മൊത്തത്തിലൊന്ന് പോകുന്നത്. ഓക്കെ, അപ്പം ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ ഏത് മെത്തേഡാണ് നല്ലതാണെന്ന് പറയുന്നത്. അപ്പം ഈ നല്ല മെത്തേഡുകൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിന് അത്രയും നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ അതാണ് ലീസ്റ്റ് എറർ ഉള്ള ഒരു റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ രീതിയിലൊക്കെയാണ് നമ്മളൊരു ഈ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കടന്നു പോകുന്നത്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഡാറ്റാ സെറ്റ് ഇൻ മെഷീൻ ലേണിംഗ് ആർ യൂഷ്വലി സ്പ്ലിറ്റ് ഇൻ ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ഫോർ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ആണല്ലോ. ഒരു ഡാറ്റാ സെറ്റ് ഉണ്ടായിരിക്കും. ആ ഡാറ്റാ സെറ്റിനെയാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് സെറ്റും ടെസ്റ്റും സെറ്റാക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, രണ്ട് സെറ്റുകളാക്കിയിട്ട്, ഡിസ്ജോയിൻറ്റ് സെറ്റുകളാക്കിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾസിനെയും അതിൽ നിന്ന് തന്നെ ഡാറ്റാ സെറ്റിൽ നിന്ന് തന്നെ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിൽ നിന്ന് തന്നെ വേറെ കുറച്ചെണ്ണത്തിന് നമ്മൾ ടെസ്റ്റിങ്ങിനുമായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ട്രെയിനിങ് സെറ്റ് ഈസ് യൂസ്ഡ് ടു ഫിറ്റ് ആൻഡ് കാലിബ്രേറ്റ് ദി മോഡൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, അത് ലീനിയർ റിഗ്രഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് സെറ്റിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻ, ലീനിയർ റിഗ്രഷൻ പോലത്തെ മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ട്രെയിനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെറ്റ് ഉണ്ടായിരിക്കും, അതിൽ 1 2 3 4 5 6 7 9 10 വരെ ഉണ്ടെങ്കിൽ അതിലൊരു കുറച്ച് സെറ്റുകൾ അല്ലെങ്കിൽ 8 വരെയുള്ള സെറ്റുകൾ എടുത്തിട്ട് നമ്മൾ എന്താണ് ആദ്യം ഒരു മോഡലിലേക്ക് കൊടുക്കുന്നു, അത് ഫിറ്റ് ആണോ നോക്കും. വീണ്ടും ബാക്കി കുറച്ചെണ്ണത്തിന് എടുത്തിട്ട് ബാക്കി കുറച്ച് മോഡലിലേക്ക് കൊടുക്കുന്നു, അത് ബാക്കി വേറൊരു അൽഗോരിതത്തിൽ അല്ലെങ്കിൽ ഒരു മോഡലിൽ കൊടുക്കുമ്പോൾ അത് ഫിറ്റ് ആണോ നോക്കും. അപ്പം അങ്ങനെയെല്ലാം ഓരോരോ മോഡലിലേക്ക് നമ്മൾ ഈ ഡാറ്റകളെ കൊടുത്തിട്ട് അത് ഫിറ്റ് ആണോ നോക്കിയിട്ട് അതിൽ നല്ലത് ഏതാണെന്നൊക്കെ സെലക്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് സെറ്റ് ഈസ് യൂസ് ടു ഫിറ്റ് ആൻഡ് കാലിബ്രേറ്റ് ദി മോഡൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഓവർ ഫിറ്റ് ആവാൻ പാടില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂസ് അല്ലെങ്കിൽ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ ടെസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈസ് യൂസ്ഡ് ടു മെഷർ ദി പ്രിഡിക്റ്റീവ് പെർഫോമൻസ് ഓൺ അൺസീൻ ഡാറ്റ അല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണമാക്കി ടെസ്റ്റ് സെറ്റാക്കി ട്രെയിനിങ് സെറ്റാക്കി. ട്രെയിനിങ് സെറ്റിൽ നമ്മൾ ഒരു പാരാമീറ്റേഴ്സ്, മോഡൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അൽഗോറിതംസ് യൂസ് ചെയ്തിട്ട് അതിനെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഈ ഡാറ്റ സെറ്റിലെ തന്നെ വേറൊരു പോർഷൻ എടുത്തിട്ട് ആ പോർഷനിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാത്ത ഡാറ്റനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അൽഗോറിതത്തിലേക്ക് കൊടുത്തു നോക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ മോഡലിലേക്ക് കൊടുത്തു നോക്കും. അപ്പം എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടെസ്റ്റ് സെറ്റ് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. മെഷർ ദി പ്രിഡിക്റ്റീവ് പെർഫോമൻസ് ഓൺ അൺസീൻ ഡാറ്റ. എങ്കിൽ മാത്രമേ ഈ സെറ്റിലല്ലാത്ത വേറെ അൺസീൻ ഡാറ്റകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടെസ്റ്റ് സെറ്റിലെ റിസൾട്ട് വെച്ചിട്ട് എത്രത്തോളം പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഡാറ്റ സെറ്റിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് പ്രഡിക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ എത്ര പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലതായിട്ട് ടാർഗറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ടെസ്റ്റ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഈച്ച് മെഷേഴ്സ് എ ഡിഫറെൻറ്റ് എറർ, ദാറ്റ് ഈസ് എ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് എറർ. ഒബ്വിയസ്ലി അവിടെ എറേഴ്സ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എറർ അല്ലെങ്കിൽ ടെസ്റ്റ് എറർ എന്ന് പറയുന്നത്. പിന്നെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ഫോർ ട്രെയിനിങ് ആൻഡ് 20% ഫോർ ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ 80% നമ്മൾ എടുക്കുന്നത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ഒരു 20% ഡാറ്റകൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഡാറ്റകളിൽ നിന്ന് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ആ ഒരു റൂള് വെച്ചിട്ട് നമ്മൾ 80-20, അപ്പം 80-20 എന്ന് പറയുന്ന ആ ഒരു എന്താണ് റേഞ്ചാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, 90% ട്രെയിനിങ്ങിന് കൊടുക്കാം, ആൻഡ് അതിൽ നിന്ന് വളരെ കുറച്ചിട്ടുള്ള 10% മാത്രം നമുക്ക് ടെസ്റ്റിങ്ങിനും എടുക്കാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങിനെയും ടെസ്റ്റിനെയും അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനെയും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ട്രെയിനും ടെസ്റ്റ് എന്ന് രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡാറ്റ സെറ്റ്. അതിൽ നിന്ന് ആദ്യം കൊടുത്തിരിക്കുന്ന അത്രയും ഭാഗത്തോളം അല്ലെങ്കിൽ 80%ഓളമാണ് നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു അൽഗോരിതം അല്ലെങ്കിൽ മോഡൽ പെർഫോം ചെയ്യുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ അൺസീൻ ഡാറ്റയാണ് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാത്ത ഡാറ്റകളാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നതിലുള്ളത് അല്ലേ. അപ്പം അതും നമ്മളെ മോഡലിലേക്ക് കൊടുക്കുമ്പം അതൊരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ട്രെയിനിങ് 80% 20% എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഡാറ്റകൾ എടുക്കുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും. ട്രെയിനിങ് എറേഴ്സ് റിസൾട്ട് ഫ്രം അപ്ലൈയിങ് ദി മോഡൽ ടു ദി ട്രെയിനിങ് ഡാറ്റ. ഓക്കെ, ട്രെയിനിങ് എറേഴ്സ് നമുക്ക് വരുന്നത് ട്രെയിനിങ് ഡാറ്റയിലെ ഈ മോഡൽ അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതം പെർഫോം ചെയ്യുമ്പോൾ ഈ അൽഗോരിതത്തിലേക്ക് നമ്മൾ ഈ ഡാറ്റകൾ ഫെഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ അൽഗോരിതം ഈസ് റെഡി ടു ഫിറ്റ് ടു ദിസ് പെർട്ടിക്കുലർ ട്രെയിനിങ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റകളെ ഫിറ്റ് ആണ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ്, ഓവർ ഫിറ്റിംഗ് അല്ല, അണ്ടർ ഫിറ്റിംഗ് അല്ല, അതിൻ്റെ റേഞ്ചിലുള്ള നല്ലൊരു രീതിയിൽ നമുക്ക് ആ ഒരു പാരാമീറ്റേഴ്സ് ഈ ഒരു അൽഗോരിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ പെർഫോമൊക്കെ ഓരോരോ പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു അൽഗോരിതം അല്ലെങ്കിൽ മോഡൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടായിരിക്കും, എറേഴ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് എറർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആവറേജ് എറർ വെൻ പ്രിഡിക്റ്റിംഗ് ഓൺ അൺസീൻ ഒബ്സർവേഷൻസ്. ഈ ടെസ്റ്റ് സെറ്റുകളായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഡാറ്റകളെല്ലാം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മോഡലിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എററുകളുടെ ഒരു ആവറേജ് എററിനെയാണ് നമ്മൾ ടെസ്റ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ സാമ്പിൾ ആൻഡ് ഔട്ട് ഓഫ് സാമ്പിൾ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നതുണ്ട്. അതായത് അണ്ടർ ഫിറ്റിംഗ് ഓവർ ഫിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ എടുക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനൊക്കെയാണ് നമ്മൾ ഔട്ട് ഓഫ് സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ടു സ്മോൾ ടു ഫിറ്റ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ മോഡൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, ദെൻ ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ വാലിഡേഷൻ സെറ്റുകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. എന്താണ് വാലിഡേഷൻ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മൾ ഒരു തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിനെ നമ്മളൊന്ന് ട്രെയിനിങ് സെറ്റാക്കി എടുത്തു, ഒന്ന് ടെസ്റ്റ് സെറ്റാക്കിയിട്ടും എടുത്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ചും കൂടി എന്താണ് അക്യുറസി എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് വാലിഡേറ്റ് ചെയ്യുക. ഇത് എത്രത്തോളം വാലിഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിനെ തന്നെ ട്രെയിനിങ് സെറ്റ് എന്നും ടെസ്റ്റിംഗ് സെറ്റ് എന്നും കൂടാതെ വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ആയിട്ട് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഓക്കെ, അതിനാണ് നമ്മൾ 3-fold എന്ന് പറയുന്നത്. 3 അല്ലേ, അപ്പോൾ 3-fold സ്പ്ലിറ്റ് ഇൻ ടു ട്രെയിനിങ്, വാലിഡേഷൻ ആൻഡ് ടെസ്റ്റ് സെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് മോഡൽ ഓഫ് ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ടു ട്രെയിനിങ് ഡാറ്റ. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ ട്രെയിനിങ് സെറ്റ് എടുത്തിട്ട് ഓരോരോ ഭാഗങ്ങൾ എടുക്കാം. അപ്പോൾ 1 to 10 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അത്രയും ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച്, ഇപ്പോൾ 1, 2, 3 എടുത്തിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ മോഡലിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ 2, 3, 4 എടുത്തിട്ട് വേറെ പെർട്ടിക്കുലർ മോഡലിലേക്ക് എടുക്കണം. അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് വേറെ മെത്തേഡുകൾ അല്ലെങ്കിൽ വേറെ മോഡൽസ് ആണ് എടുക്കുന്നത്. അത് എത്രത്തോളം വാലിഡേറ്റ് ആണ്, ഈ മോഡലുകളിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് എറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു മോഡലിനെ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫിറ്റ് മോഡൽ ഓഫ് ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ടു ട്രെയിനിങ് ഡാറ്റ. ഓക്കെ, ട്രെയിനിങ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ഉള്ള മോഡൽ ഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുന്ന മോഡൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഡിഫറെൻറ്റ് മോഡൽസുകളാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ അതിനെ എന്താണ് കെ-മീൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് വെക്ടർ മെഷീൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ ചെയ്ത്, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മോഡൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ആരെയാണ്, അയാൾ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മളുടെ വാലിഡേഷൻ സെറ്റിലാണ്. Then select a model based on performance on unseen data from the validation set. ഈ വാലിഡേഷൻ സെറ്റിൽ വെച്ചിട്ടാണ് ഏത് മോഡലാണെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നമ്മൾ ഈ ട്രെയിനിങ് സെറ്റിൽ കൊടുക്കുന്ന 3-4 മോഡലുകളിൽ കൊടുക്കുന്ന ഇത് വെച്ചിട്ട് ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കും ഓരോരുത്തർക്ക്, ഓരോ സെറ്റിനും എന്തുണ്ടായിരിക്കും, ഈ SVM യൂസ് ചെയ്തപ്പം ഇത്രയാണ് വന്നത്, അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള മോഡൽ യൂസ് ചെയ്തപ്പം ഇത്രയാണ് വന്നതെന്ന് പറയും. അതിൽ നിന്നുള്ള നല്ലൊരു മോഡലിനെ നമ്മൾ പെർഫോമൻസിൻ്റെ ബേസിസിൽ സെലക്ട് ചെയ്യുന്നു. അതെല്ലാം ചെയ്യുന്നത് വാലിഡേഷൻ സെറ്റിൽ നിന്നാണ്. ഓക്കെ, ദെൻ മെഷർ പ്രൊഡക്റ്റീവ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദി ടെസ്റ്റ് സെറ്റ്. ഓക്കെ, ഈ വാലിഡേഷൻ സെറ്റിൽ അത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് സെറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റീവ് പെർഫോമൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മെഷർ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദി ടെസ്റ്റ് സെറ്റ്. ടെസ്റ്റ് സെറ്റിലാണ്, അവിടെയാണ് നമ്മൾ അൺസീൻ ആയിട്ട് വരുന്ന ഡാറ്റകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പെർഫോമൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ്. അത് മെഷർ ചെയ്യുന്നത് നമ്മളുടെ ടെസ്റ്റ് സെറ്റിലാണ്. ഇതേപോലെ തന്നെ നമ്മൾ റൂൾ ഓഫ് തമ്പ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60% ഫോർ ട്രെയിനിങ്, 20 ഫോർ വാലിഡേഷൻ ആൻഡ് 20 ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഫോൾഡ് അല്ല, ഇവിടെ എന്താണ് 3 ഫോൾഡാണ് വരുന്നത്. കാരണം 3 സെറ്റുകളായിട്ടാണ് നമ്മളിവിടെ മൊത്തത്തിലുള്ള ഡാറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഒറിജിനൽ സെറ്റ് എങ്കിൽ ട്രെയിനിങ് സെറ്റ് ഉണ്ടായിരിക്കും, വാലിഡേഷൻ സെറ്റ് ആൻഡ് ഓൾസോ ടെസ്റ്റ് സെറ്റ്. ഈ രീതിയിലാണ് നമ്മൾ 3 ഫോൾഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മോട്ടിവേഷൻ ഫോർ റീസാമ്പിളിംഗ്. അപ്പം എന്താണ് ഈ റീസാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം തൊട്ട് മുന്നേ പറഞ്ഞു വാലിഡേഷൻ സെറ്റ് എന്ന്. അപ്പോൾ എത്രത്തോളം ഫിറ്റാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ മോഡലും ഈ ഒരു ട്രെയിനിങ് ഡാറ്റയിൽ, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് അക്യുറസി, എത്രത്തോളം പെർഫോമൻസ് ഓരോരോ മോഡലും കൊടുക്കുന്നു. മോഡൽസ് മീൻസ് അൽഗോരിതംസ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് അല്ലേ. അപ്പം ചിലപ്പോൾ ലീനിയർ റിഗ്രഷൻ ഫോമിലുള്ളതാണോ, അല്ലെങ്കിൽ ഒരു കെ-മീൻസ് അൽഗോരിതം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഒരു SVM സപ്പോർട്ട് വെക്ടർ മെഷീൻ പോലത്തെ മോഡലാണ്. അപ്പോൾ ഏത് മോഡലുകളിലാണ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഡാറ്റ ഫിറ്റ് ആവുന്നത്. അപ്പം ആ ഫിറ്റ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഈ ഒരു മോഡലിൽ ഫിറ്റ് ആവുന്നത്, അതിനെ സെലക്ട് ചെയ്യാനാണ് നമ്മളുടെ വാലിഡേഷൻ സെറ്റിൽ ചെയ്യുന്നത്. അപ്പം അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്, നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഒരു മോഡലിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ മോഡലാണ് എന്ത് ചെയ്യുന്നത്, അൺസീൻ ഡാറ്റയ്ക്ക് നല്ല മോഡൽ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മോഡൽ ലീസ്റ്റ് എറർ ആയിരിക്കും. അപ്പം പുറത്തുനിന്ന് വരുന്ന അൺസീൻ ഡാറ്റകൾ അല്ലെങ്കിൽ ടെസ്റ്റ് സെറ്റിലെ ഡാറ്റകൾ നമ്മൾ ഈ മോഡലിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ ലീസ്റ്റ് എറേഴ്സ് എല്ലാം കുറഞ്ഞിട്ട് നല്ലൊരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഈ ഒരു മോഡൽ. നമ്മൾ സെലക്ട് ചെയ്യുക വാലിഡേഷൻ സെറ്റിലൂടെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു മോഡലിന്. ഓക്കെ, അപ്പം റീസാമ്പിളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫൺ ഓൺലി ലിമിറ്റഡ് ഡാറ്റ ഈസ് അവൈലബിൾ ഫോർ മെഷറിംഗ് പെർഫോമൻസ്. കുറച്ച് ചെറിയൊരു ഡാറ്റ തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ റാൻഡംലി അല്ലെങ്കിൽ കുറച്ച് ഡാറ്റന് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഓരോരോ മോഡലിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മളിപ്പം ഇവിടെ 3 ഫോൾഡ് എന്ന് പറഞ്ഞു, നേരത്തെ 2 ഫോൾഡ് അല്ലെങ്കിൽ ട്രെയിനിങ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ട്രെയിനിങ് ടെസ്റ്റിംഗ് വാലിഡേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിനെ ആ കൺസെപ്റ്റ്, ആ സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ 2-3 പ്രാവശ്യം നമ്മൾ ആദ്യം 1, 2, 3 അല്ലെങ്കിൽ 10 വരെ ഉണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ അതിൽ 1, 2, 3 എടുത്തു, 2, 3, 4 എടുത്തു, 3, 5, 6 എടുത്തു. അപ്പോൾ ഇങ്ങനെ രീതിയിൽ റാൻഡംലി കുറച്ച് ഡാറ്റാസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരോ മോഡലിലേക്ക് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ആ മോഡലെല്ലാം ഫിറ്റാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മോഡലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും അല്ലേ. അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ലീനിയർ മോഡലിൽ കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് 75% ആണ് കിട്ടിയത്. അല്ലെങ്കിൽ 3, 5, 6 എന്ന് പറയുന്നത് ലീനിയർ മോഡലിൽ കൊടുത്തപ്പോൾ നമുക്കൊരു
എന്താണ് 80% ആണ് കിട്ടിയത്, അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജത്തോളം കിട്ടുന്നത്. പക്ഷേ 5, 6, 7 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 25% ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മോഡലിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ തരും. നോട്ട് അബൌട്ട് ദ ഡാറ്റ സെറ്റ്, ഏത് മോഡലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഒരു ഔട്ട്ലൈൻ നമുക്ക് തരും. ഓക്കെ, അതിനെയാണ് നമ്മൾ റീസാമ്പിളിംഗ് എന്ന് പറയുന്നത്. റാൻഡമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് ഡാറ്റകളെ സെലക്ട് ചെയ്തിട്ട് ഓരോ മോഡലിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ്, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്ന മോഡലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസാമ്പിളിംഗ് ചെയ്യുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് സാമ്പിളിംഗ് എന്നാണ് റീസാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് പെർഫോമൻസ് ഈസ് സബ്ജക്റ്റ് ടു ദി റാൻഡം സ്പ്ലിറ്റ്. അധികവും നമ്മൾ ഓരോന്നും റാൻഡം ആയിട്ടുള്ള സ്പ്ലിറ്റിൽ നിന്നാണ് നമ്മൾ പെർഫോമൻസ് എടുക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരിക്കലും ഒരു ഡാറ്റ സെറ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതൊക്കെ റേഞ്ചുകളിലാണ് ആ ഡാറ്റകൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ടാണ് എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മോഡലിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് ആ മോഡലാണ് നമുക്കൊരു പെർട്ടിക്കുലർ റിസൾട്ട് തരുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഓരോരോ 1 by 1 ആയിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് അധികവും കൂടുതലായിരിക്കും, വലുതായിരിക്കും. പക്ഷേ റീസാമ്പിളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, റീസാമ്പിളിംഗ് ഇറ്റ്സ് ഫോർ കൺവീനിയൻസ് ഓഫ് സ്റ്റഡിയിങ്, റീസാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ലിമിറ്റഡ് ഡാറ്റ എടുത്തിട്ടാണ് പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ ചെറിയ കുറച്ച് ഡാറ്റകൾ എടുത്തിട്ടാണ് നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പം സ്പ്ലിറ്റിംഗ് ഈസ് റിപ്പീറ്റഡ് റാൻഡംലി, ദർ മൈറ്റ് ബി ഹൈ വേരിയബിലിറ്റി അക്രോസ് ദി റിസൾട്ട്, അല്ലേ? നമ്മൾ എടുക്കുന്നത് 1 by 1 ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഓർഡറിലോ സീക്വൻസിങ്ങിലോ ഒന്നും അല്ല. നമ്മൾ ഓരോരോ ഡാറ്റ സെറ്റിൽ ഡിഫറെൻറ്റ് ഡാറ്റകൾ എടുത്തിട്ട് മോഡലിലേക്ക് കൊടുക്കുന്നത്. പകരം നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുമ്പം എന്താണ്, ഒന്ന് ഹൈ ആയിരിക്കും, ഒന്ന് ലോ ആയിരിക്കും എന്നുള്ള രീതിയിൽ നല്ല വേരിയബിലിറ്റി അവിടെ റിസൾട്ടുകളിൽ കാണാൻ പറ്റും, അല്ലേ? എറേഴ്സ് എല്ലാം നല്ലൊരു വേരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു ബയാസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. Then especially relevant for time dependent or ordered data. ഓക്കെ, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റകളുടെ ഒരു ഡാറ്റ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഡേർഡ് ഡാറ്റകളുടെ ഒരു ഡാറ്റ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് ഡാറ്റകൾ എടുത്തിട്ട് റാൻഡമായിട്ട് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ എന്ത് വരും, എറേഴ്സ്, നല്ല രീതിയിലുള്ള ഹൈ വേരിയബിലിറ്റി വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ മേക്കിംഗ് സ്പ്ലിറ്റ്സ് റാൻഡം ക്യാൻ ബി ഓഫ് ഇമ്പോർട്ടൻസ് ഹിയർ. അപ്പം ഇങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡൽ പെർഫോമൻസ് ഓഫൺ ഇൻഫീരിയർ ദി ലെസ് ഡാറ്റ ഈസ് യൂസ്ഡ്. അപ്പം ഏറ്റവും കുറവ് ഡാറ്റകളെ യൂസ് ചെയ്യുന്നിടത്താണ് ഈസ് ഓഫൺ ഇൻഫീരിയർ ദി ലെസ് ഡാറ്റ. അപ്പം ഏറ്റവും കുറച്ച് ഡാറ്റകളെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റീസാമ്പിളിംഗ് ചെയ്യാൻ പറ്റുക. ഓക്കെ, റീസാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റകളിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു മോഡലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസാമ്പിളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡലിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മോഡലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് റിപ്പീറ്റഡ് സാമ്പിളിംഗ്. ഓക്കെ, അപ്പം റീസാമ്പിളിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ്ലി ഡ്രോ സബ് സാമ്പിൾസ് ഫ്രം ദി ഗിവൺ ഡാറ്റ സെറ്റ്. തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ നിന്ന് കുറച്ച് സബ്ബായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ സബ് സെറ്റുകളെ സെലക്ട് ചെയ്യുക. ഈ സബ്സെറ്റുകളെ കൊടുത്തിട്ടാണ് ഒരു മോഡലിലേക്ക് ഈ സ്പ്ലിറ്റ്സ് then use these splits to fit and assess the model. ആ മോഡലിനെ അസസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എത്രത്തോളം ആ മോഡലിലേക്ക് നമ്മൾ ഈ റാൻഡംലി സെലക്ട് ചെയ്യപ്പെടുന്ന സബ്സെറ്റുകളെ അല്ലെങ്കിൽ ആ സ്മോൾ സെറ്റിനെ കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ നമ്മൾ റീസാമ്പിളിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ക്രോസ് വാലിഡേഷൻ ആണ്. സെക്കൻഡ് വൺ ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. അപ്പോൾ ക്രോസ് വാലിഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംപ്രൂവ്ഡ് അപ്രോച്ച് ഫോർ എസ്റ്റിമേറ്റിംഗ് ദി ടെസ്റ്റ് എറർ. അപ്പോൾ ടെസ്റ്റ് എററിൽ എത്രത്തോളം ടെസ്റ്റ് എറർ ഉണ്ടെന്നുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് വാലിഡേഷൻ ചെയ്യുന്നത്. അപ്പം എന്താണ് ക്രോസ് വാലിഡേഷൻ, എത്ര ടൈപ്പ് ക്രോസ് വാലിഡേഷൻസ് ഉണ്ട്, എങ്ങനെയാണ് ഈ ക്രോസ് വാലിഡേഷൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. സോ റീസാമ്പിളിങ്ങിൻ്റെ കോമൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ക്രോസ് വാലിഡേഷൻ. അതിൽ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ വരെ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് മോഡലിൻ്റെ പെർഫോമൻസ് ആണ് മെഷർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസാമ്പിളിംഗ് ചെയ്യുന്നത്. ഒരുപാട് മോഡൽസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മോഡൽ ഏത് മോഡലുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏത് മോഡൽ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ മോഡലിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ്, അല്ലേ? അപ്പോൾ ഈ മോഡൽ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റീസാമ്പിളിംഗ് എന്നൊക്കെ ചെയ്യുന്നത്.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ റീസാമ്പിളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡുകളുണ്ട്, അല്ലെങ്കിൽ 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ക്രോസ് വാലിഡേഷൻ, ദെൻ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ദ അൺസർട്ടേണിറ്റി ഓഫ് എൻ എസ്റ്റിമേറ്റർ ഓർ മെത്തേഡ്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ 3, 4, 5 എന്ന് പറയുന്നത് എടുക്കുന്നു, അതിന് നമ്മൾ വേറൊരു സെറ്റിലേക്ക്, അതായത് അതിന് വേറൊരു നെയിം കൊടുത്തിട്ട് വേറൊരു സെറ്റാക്കുന്നു. എന്നിട്ട് ഈ 3, 4, 5 എന്ന് എടുത്തിട്ടുള്ള ആ സെറ്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ സെറ്റിലേക്ക് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒരു മൂന്നെണ്ണത്തിന് വീണ്ടും എടുക്കുമ്പം അതിനെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് ആക്കുന്നു. എന്നിട്ട് എടുത്തിരിക്കുന്നത് അതിനെ വീണ്ടും എന്ത് ചെയ്യും, ഡാറ്റാ സെറ്റിലേക്ക് തന്നെ തിരിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ റാൻഡമായിട്ട് നമ്മളിങ്ങനെ മൂന്നെണ്ണം വീതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, മൂന്നെണ്ണം വീതം നമ്മളൊരു ഡാറ്റാ സെറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എടുത്ത ആൾക്കാരെ തന്നെ അല്ലെങ്കിൽ എടുത്ത ഡാറ്റകളെ തന്നെ വീണ്ടും എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒബ്വിയസ്ലി എന്തായാലും ഉണ്ടായിരിക്കും, കാരണം നമ്മൾ റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൂട്ട് സ്ട്രാപ്പ് സാമ്പിൾ എന്ന് പറയുന്നത് പുതിയൊരു സാമ്പിൾ ഉണ്ടാക്കും. ആ സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസാമ്പിളിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് റീപ്ലേസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിങ്ങിൽ പറയുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിലൊക്കെ പഠിക്കും. സോ അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ്. ഓക്കെ, റീസാമ്പിളിംഗ് എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പിംഗ് മീൻസ് റീപ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ആദ്യം ഒരു വലിയൊരു ഡാറ്റാ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡാറ്റ n എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിൽ നിന്ന് നമ്മൾ ഒരു x1, x2, x3 എന്ന് പറയുന്ന 3 ആൾക്കാരെടുത്തു. എന്നിട്ട് അതിനെ നമ്മളൊരു വേറൊരു സെറ്റിലേക്കാക്കി എടുത്തിട്ട് അതിന് 1, 2, 3 എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. തിരിച്ച് വീണ്ടും നമ്മൾ ആ x1, x2, x3നെ നമ്മൾ ആ n എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിലേക്ക് വീണ്ടും തിരിച്ചു വെക്കുന്നു. എന്നിട്ട് റാൻഡമായിട്ട് വേറൊരു 3 സെലക്ട് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഈ തിരിച്ചു വെച്ച സെയിം സാധനങ്ങളായിരിക്കും നമ്മൾ വീണ്ടും എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ റാൻഡമായിട്ട്, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എല്ലാ രീതിയിലുള്ള ഡാറ്റകളും നമുക്ക് കിട്ടും അല്ലേ. റാൻഡമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ഈ എല്ലാ ഡാറ്റകളെയും ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് അൺസീൻ ഡാറ്റകൾ വരുമ്പം അതിനനുസരിച്ച് നമ്മളുടെ മോഡൽ പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ റിട്ടേൺസ് സ്റ്റാൻഡേർഡ് എറേഴ്സ് ഓർ കോൺഫിഡൻറ്റ് ഇൻ്റർവൽസ് ഫോർ എ കോഎഫിഷ്യൻറ്റ്. ഈ കോൺഫിഡൻറ്റ് ഇൻ്റർവൽസ് എന്നൊക്കെ പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് വഴി ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കോളേജുണ്ട്, ഒരു കോളേജിൽ കുട്ടികളുടെ ഏജ് എത്രയായിരിക്കും എന്ന് പറയുന്ന ഒരു എസ്റ്റിമേഷൻ ആണെങ്കിൽ 23 എന്ന് പറയുന്ന ഒരു ഏജാണ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 23 ആണ് ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഏജ് എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് 23 മാത്രം പ്രായമുള്ള കുട്ടികൾ ആ കോളേജിൽ ഉണ്ടാവുമോ? എക്സാക്റ്റ് 23 എന്ന് പറയുന്നത് ഉണ്ടാവും, പക്ഷേ നമ്മൾ അതിൽ 23ക്ക് മുകളിലുള്ളവരുണ്ടാവും, 23ക്ക് താഴെയുള്ളവരുണ്ടാവും. പക്ഷേ ഒരു റേഞ്ച്, ആ ഒരു കോളേജ് ആയത് കാരണം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 21.5 to 24.5 എന്നുള്ള ആ റേഞ്ചിൽ വരും. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഏജിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു റേഞ്ചിനെല്ലാം സെലക്ട് ചെയ്യുന്നതൊക്കെ ഒരു റീസാമ്പിളിംഗ് മെത്തേഡിൽ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ബൂട്ട് സ്ട്രാപ്പിംഗ് വഴിയൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ടൊക്കെ ഞാനിങ്ങനെ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, അപ്പോൾ ക്രോസ് വാലിഡേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, വാലിഡേഷൻ പറഞ്ഞു, വാലിഡേഷൻ സെറ്റിനെ കുറിച്ച് പറഞ്ഞു, റീസാമ്പിളിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റീസാമ്പിളിംഗ് ചെയ്യുമ്പം റീസാമ്പിളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് വാലിഡേഷൻ, ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന 2 മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്രോസ് വാലിഡേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റീസാമ്പിളിംഗ്, വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെദർ ദി ന്യൂമറിക്കൽ റിസൾട്ട്സ് ക്വാണ്ടിഫൈയിങ് ഹൈപ്പോത്തസൈഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയബിൾസ് ആർ ആക്സെപ്റ്റബിൾ ആസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റ ഈസ് നോൺ ആസ് വാലിഡേഷൻ. ഓക്കെ, നമുക്ക് പറയാം വാലിഡേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം എന്തിൻ്റെങ്കിലും ഒരു റിസൾട്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഞാനിപ്പോൾ ഈ കോളേജിലെ കുട്ടീൻ്റെ കാര്യം പറഞ്ഞ പോലെ 23 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമ്മളൊരു മൊത്തം കോളേജിലെ കുട്ടികളുടെ എല്ലാവരുടെയും വയസ്സിൻ്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23 ആണെന്ന് വിചാരിച്ചോ.
ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്, ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെദർ ദി ന്യൂമറിക്കൽ റിസൾട്ട്സ് ക്വാണ്ടിഫൈങ് ഹൈപ്പോത്തസിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും കുറച്ച് ഹൈപ്പോത്തസിസുകൾ കൊടുക്കുകയാണ്. എന്താണ് ഈ ഒരു 21.5 to 24.5 എന്ന് പറയുന്ന ആ റേഞ്ചിൽ കിടക്കുന്ന ഒരുപാട് ഹൈപ്പോത്തസിസുകൾ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അത് എത്രത്തോളം ഈ ന്യൂമറിക്കൽ റിസൾട്ട്സുമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പോത്തസൈസ്ഡ് റിലേഷൻഷിപ്സ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ 23 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹൈപ്പോത്തസിസുകൾ വരുന്നത്, അതെങ്ങനെയാണ് ആർ ആക്സെപ്റ്റബിൾ ആസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡാറ്റ ഈസ് നോൺ ആസ് വാലിഡേഷൻ. നമ്മൾ വാലിഡേറ്റ് ചെയ്യുകയാണ് ആ ഒരു പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക്, 23 എന്ന് പറയുന്ന ആ ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഈ 21.5-ൻ്റെയും 24.5-ൻ്റെയും റേഞ്ചിലുള്ള എല്ലാ വാല്യൂസും വെച്ച് വാലിഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് ക്രോസ് വാലിഡേഷൻ? അപ്പോൾ ക്രോസ് വാലിഡേഷൻ എന്താവും? ഇവാലുവേറ്റ് പ്രിഡിക്റ്റീവ് മോഡൽസ് ബൈ പാർട്ടീഷനിങ് ദി ഒറിജിനൽ സാമ്പിൾ ഇൻ ടു എ ട്രെയിനിങ് സെറ്റ് to train the model and a test set to evaluate. Okay, cross validation എന്ന് പറയുമ്പോൾ പ്രഡിക്റ്റീവ് മോഡൽസിനെ എങ്ങനെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാണ്. ആ ഒരു മോഡൽസിനെ പ്രഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽ, അത് എന്തായിക്കോട്ടെ, SVM ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കെ മീൻസ് അൽഗോരിതം, അപ്പോൾ ഏത് രീതിയിലുള്ള മോഡലാണോ യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. എങ്ങനെയൊക്കെയാണ്? ഈ ഒറിജിനൽ സാമ്പിളിനെ ട്രെയിനിങ് സെറ്റാക്കിയിട്ടും ടെസ്റ്റ് സെറ്റാക്കിയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും എത്രത്തോളം ഈ ടെസ്റ്റ് സെറ്റിലുള്ള ഡാറ്റകളെ എത്രത്തോളം ഈ മോഡലുമായിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് സെറ്റിലെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യാത്ത ഡാറ്റയാണ്, അത് എത്രത്തോളം ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മോഡലിന് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാലിഡേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്രോസ് വാലിഡേഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതാണ് മോഡൽ സെലക്ട് ചെയ്യുന്നതും. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും? അൺസീൻ ഡാറ്റകളെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുക ക്രോസ് വാലിഡേഷന് ശേഷമുള്ള ഡാറ്റകൾക്കാണ്, അല്ലേ? അപ്പോൾ ക്രോസ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡൽസിൻ്റെ പ്രഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽസിനെ ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെ? ഈ ഒറിജിനൽ സാമ്പിളിനെ ട്രെയിനിങ് സെറ്റാക്കിയിട്ടും ടെസ്റ്റ് സെറ്റാക്കിയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട്. ഓക്കെ, ട്രെയിനിങ് സെറ്റ് എന്തിനാണ്? ആ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് സെറ്റ് എന്തിനാണ്? ആ മോഡലിനെ ഇവാലുവേറ്റ്, എത്രത്തോളം അത് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ക്രോസ് വാലിഡേഷൻ. അപ്പം എങ്ങനെയാണ് ഈ ക്രോസ് വാലിഡേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. നമുക്ക് K-ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നതുണ്ട്, ഹോൾഡ് ഔട്ട് മെത്തേഡ് ഉണ്ട്. അപ്പം ഹോൾഡ് ഔട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് കൈൻഡ് ഓഫ് ക്രോസ് വാലിഡേഷൻ ആണ്. ക്രോസ് വാലിഡേഷൻ അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യാണ് ആ മോഡലിൻ്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു റീസാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള പല ഡാറ്റാസുകൾ സെലക്ട് ചെയ്തിട്ട് മോഡലിലേക്ക് കൊടുക്കും. അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോഡലിനെ സെലക്ട് ചെയ്യും. അപ്പം അതേപോലെ ഓരോന്നും ട്രെയിൻ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ മോഡലിലേക്ക് തന്നെ എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റ് സെറ്റിലുള്ള ഡാറ്റകൾ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അത് കാരണം എന്താണ്? റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഡാറ്റകളും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഈ മോഡൽ. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സെറ്റിലെ വാലിഡേഷനും കൂടി ക്രോസ് വാലിഡേഷൻ കൂടി കഴിയുമ്പോഴാണ് മോഡലിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹോൾഡ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് വാലിഡേഷനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡാറ്റ സെറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു 2 സെറ്റ്സ്. അപ്പോൾ രണ്ട് സെറ്റ്, ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും. ഇതിൽ എന്താണ് ചെയ്യുന്നത്? 50% തന്നെയാണ് നമ്മൾ ഡാറ്റ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യിപ്പിക്കും. ബാക്കി 50%നെ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ രണ്ടും ട്രെയിനിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, മിസ്റ്റേക്കാണ്. ഇൻ ദിസ് മെത്തേഡ് വി പെർഫോം ട്രെയിനിങ് ഓൺ ദി 50% ഓഫ് ദി ഗിവൺ ഡാറ്റാ സെറ്റ് ആൻഡ് റെസ്റ്റ് 50% ഈസ് യൂസ്ഡ് ഫോർ ദി ടെസ്റ്റിംഗ് പർപ്പസ് ആണ്. ഓക്കെ, 50-50 ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, അതിനാണ് നമ്മൾ ഹോൾഡ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പകുതി ട്രെയിനിങ്ങിനും പകുതി ടെസ്റ്റിങ്ങിനും. ദെൻ ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ 50% ഓഫ് ദി ഡാറ്റാ സെറ്റിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഡാറ്റാ സെറ്റിൽ ട്രെയിനിങ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ
അപ്പം ബാക്കിയുള്ള 50%ലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഉള്ളതെന്ന് വിചാരിക്കുക. നമ്മളൊരു ഡാറ്റാ സെറ്റ് കിട്ടി, അതിലൊരു 50% എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുറച്ച് ഡാറ്റകൾ എടുത്തു, ബാക്കി 50% ടെസ്റ്റിങ്ങിനും കൊടുത്തു. അപ്പം ഈ ബാക്കിയുള്ള ഈ 50%ത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റകളെല്ലാം അടങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ബാക്കി അത്ര റെലവൻ്റ് അല്ലാത്ത ഈ 50% വെച്ചിട്ട് എന്താണ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള 50%ത്തിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ മോഡലിന് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത് ഈ ഹോൾഡ് ഔട്ട് മെത്തേഡിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ്. ഓക്കെ, അതായത് 50-50 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ ലോവർ റിസൾട്ടായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ മെയിൻ ഡ്രോബാക്ക് ഫോർ ഹോൾഡ് ഔട്ട് മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 50-50 എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റകളെ കെ സബ്സെറ്റുകളാക്കുക. ഓക്കെ, കെ സബ്സെറ്റുകൾ മീൻസ് അത്രയും ഡാറ്റാ സെറ്റുകൾ അതിൽ കെ സെറ്റ് കുഞ്ഞു കുഞ്ഞു സെറ്റുകളാക്കി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഹോൾഡ് ഔട്ട് മെത്തേഡ് തന്നെ കെ ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതായത് ഓരോ പ്രാവശ്യവും ഓരോ കെ സബ്സെറ്റുകൾ ഓരോ സെറ്റും എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ടെസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള K-1 സെറ്റുകൾ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് 50-50 എന്നാണ് നമ്മൾ ഹോൾഡ് ഔട്ട് മെത്തേഡിൽ യൂസ് ചെയ്തത്. അതിന് പകരം കെ ഫോൾഡിൽ എന്ത് ചെയ്യുന്നു, കെ സബ്സെറ്റുകളാക്കി കൺവേർട്ട് ചെയ്തിട്ട് കെ സെറ്റിനെ, അതായത് വളരെ കുറച്ച് കെ സെറ്റിന് എടുത്തിട്ട് കെ സെറ്റുകളിലെ ഒരു സെറ്റിന് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള K-1 സെറ്റുകളെ നമ്മൾ ട്രെയിനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി പെർഫോമൻസ് കൂടി, കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് ഡാറ്റകളെയാണ്, K-1 സെറ്റുകളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് കൂടുതൽ ഡാറ്റകളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കുറച്ച് ഡാറ്റകളിൽ നിന്ന് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റിൽ നിന്ന് എന്തായാലും നമ്മൾ ആ മോഡലിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വലിയൊരു എറേഴ്സ് ഒന്നും ഇല്ലാതെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കെ ഫോൾഡ്. അപ്പം കെ മീൻസ് കെ സബ്സെറ്റുകൾ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 2 ഫോൾഡ് ട്രെയിനിങ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അതിനെ 3 ഫോൾഡ് ആക്കി, ട്രെയിനിങ് ടെസ്റ്റിംഗ് ഓർ വാലിഡേഷൻ. ഈ ടെസ്റ്റും വാലിഡേഷനും ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. അപ്പോൾ ദെൻ കെ ഫോൾഡ് എന്ന് പറയുമ്പം അതിന് അത്രയും K-1 ഡാറ്റകളാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. Then the error estimation is averaged over all K trials to get total effectiveness of our model. അപ്പോൾ ഈ മൊത്തം നമ്മൾ കൊടുക്കുന്ന മോഡലിൻ്റെ മൊത്തം എഫക്റ്റീവ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനും ചെറിയ എറേഴ്സുകൾ ഉണ്ടാവും അല്ലേ. ഈ K-1 സെറ്റുകളിൽ നിന്നും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അത്രയും സെറ്റുകൾക്കും ചെറിയ എറേഴ്സ് ഉണ്ടാവും. അപ്പം മൊത്തത്തിലുള്ള എറർ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആവറേജ് എറർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ എറർ അവിടെ ഓരോ മോഡലിലും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. This significantly reduces bias as we are using most of the data for fitting. കാരണം ബയാസ് അവിടെ വളരെ കുറവായിരിക്കും. കാരണം കൂടുതൽ ഡാറ്റകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ട്രെയിനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ ആ മോഡലിലേക്ക് ആ ഒരു ഡാറ്റനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അൽഗോരിതത്തിലേക്ക് കൊടുക്കാൻ പാരാമീറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഡാറ്റകളെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് വേരിയൻസ് ആസ് മോസ്റ്റ് ഓഫ് ദി ഡാറ്റ ഈസ് ബീയിങ് യൂസ്ഡ് ഇൻ വാലിഡേഷൻ സെറ്റ്. അപ്പം ഇതേ ഡാറ്റകളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വാലിഡേഷൻ സെറ്റിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേരിയൻസും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഒരു എറർ കുറവുള്ള കറക്റ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ മെത്തേഡുകൾ വഴി നമ്മൾ ഡാറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 5 ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് പകരം 5, ഇപ്പം നമ്മളത് കെ സെറ്റ് അല്ലെങ്കിൽ കെ സബ്സെറ്റ് ആക്കിയിട്ടുണ്ട്, അതിനെ നമ്മൾ 5 സബ്സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് വിളിക്കാം. ഇതിൽ നിങ്ങൾക്ക് ആദ്യം നോക്കിയാൽ അത് ഒറിജിനൽ ഡാറ്റാ സെറ്റിൻ്റെ ഫസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് ഡാറ്റകൾ, ഇപ്പം 1 2 3 4 5 6 ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് 1 2 3 എന്ന് പറയുന്ന ആ 1 2 3നെ നമ്മൾ വാലിഡേഷൻ സെറ്റാക്കി, ബാക്കി വരുന്ന 2 3 4 5 6 7 8 9 10 11 12 13 എന്ന് പറയുന്ന ബാക്കി 1 2 3 4 സെറ്റുകൾ ട്രെയിനിങ്ങിനായിട്ടും കൊടുത്തു.
ഓക്കെ, അപ്പം ആദ്യം വരുന്നതാണ് വാലിഡേഷൻ സെറ്റ്. ആ വാലിഡേഷൻ സെറ്റിനെ അപ്പം ബാക്കി വരുന്ന 4 നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ സെറ്റിനെ മാത്രമാണ് നമ്മൾ വാലിഡേഷൻ സെറ്റായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എത്രത്തോളം വാലിഡേറ്റ് ആണ് ആ മോഡൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാലിഡേഷൻ സെറ്റിലുള്ള ഡാറ്റകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ മോഡൽ സെലക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് സെറ്റിൽ ടെസ്റ്റ് സെറ്റിലുള്ള ഡാറ്റകൾ നമ്മൾ കൊടുക്കുന്നത് ആ മോഡലിലേക്ക്. വാലിഡേഷനും കൂടി കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് സെറ്റിലുള്ള ഡാറ്റകളെ നമ്മൾ ആ മോഡലിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ ആദ്യത്തെ സെറ്റ് നമ്മൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ സ്പ്ലിറ്റിൽ 5 ഫോൾഡാണ് അല്ലേ. രണ്ടാമത്തെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ സെക്കൻഡ് സെറ്റായിട്ടാണ് നമ്മൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം എല്ലാ രീതിയിലും നമ്മൾ വാലിഡേഷൻ ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ ആ ഒരു ഡാറ്റ സെറ്റിലെ എല്ലാ റേഞ്ചിലുള്ള ഡാറ്റകളെയും നമ്മൾ വാലിഡേഷനും കൂടി ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഈ വാലിഡേഷൻ സെറ്റിലുള്ളതെല്ലാം അതായത് എത്രത്തോളം അത് ആ മോഡലുമായിട്ട് ഫിറ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് സെറ്റിലുള്ള ഡാറ്റകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡലിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് എന്ത് കുറയും, ആ മോഡലിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. Then that is 5-fold cross validation. Leave one out cross validation എന്ന് വെച്ച് കഴിഞ്ഞാൽ this method is used when the data set is very small. ഓക്കെ, വളരെ ചെറിയ, അപ്പോൾ ഓരോന്നെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഡാറ്റാ സെറ്റിനെയാണ് എടുക്കുന്നത്. ചെറിയ ഡാറ്റാ സെറ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്രോസ് വാലിഡേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇതിലുള്ള ഓരോ ഫോൾഡും ഹാസ് എ സിംഗിൾ ടെസ്റ്റ് എക്സാമ്പിൾ. ഒരൊറ്റ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരൊറ്റ ഡാറ്റയെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾ ദി റെസ്റ്റ് ഓഫ് ദി ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ ട്രെയിനിങ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സെറ്റാക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുത്തത്. ഓക്കെ, ആ സെറ്റിലൊരു 5 ആൾക്കാരുണ്ടെങ്കിൽ ഈ 5 ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ 5 ഡാറ്റ പോയിൻറ്റ്സിനാണ് നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് കൊടുത്തത്. പക്ഷേ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷനിൽ ലീവ് വൺ, അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളെ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റ പോയിൻറ്റിനെ മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളെ ടെസ്റ്റ് എക്സാമ്പിൾ ഒരു സിംഗിൾ എക്സാമ്പിൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇഫ് ദി ഒറിജിനൽ ഡാറ്റ ഹാസ് എം എക്സാമ്പിൾസ്, തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ എം എക്സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനെ നമ്മൾ എം ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും ഈ എം എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ഒന്നിനെ മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുതന്നെയാണ് ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് ഡിസ്കസ് ചെയ്യാം.